തന്നെ എങ്ങനെ എയർ ഡ്രൈ ക്ലേ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കിയാലോ. നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് കോൺഫ്ലവർ, ഒരു കുപ്പി ഫെവിക്കോള്, കുറച്ച് എണ്ണ, പിന്നെ വിനാഗിരി. അതിനുശേഷം ഒരു പഴയ പാത്രം എടുക്കുക. എന്നിട്ട് ഒരു കപ്പ് ഓഫ് ഫെവിക്കോള് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു കപ്പ് ഓഫ് കോൺഫ്ലവറും ആഡ് ചെയ്യുക. എപ്പോഴും ഈ രണ്ടിൻ്റെയും റേഷ്യോ 1:1 ആയിരിക്കണം. അതായത് നിങ്ങൾ 2 കപ്പ് ഓഫ് ഫെവിക്കോളാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ 2 കപ്പ് ഓഫ് കോൺഫ്ലവർ ആഡ് ചെയ്യണം. എപ്പോഴും ഈ റേഷ്യോ ഒരേപോലെ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല സ്ട്രോങ് കോമ്പോസിഷനിൽ എന്ത് കിട്ടുള്ളൂ, ക്ലേ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇത് രണ്ടും ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് 1 ടീസ്പൂൺ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ടൊരു ദോശമാവിൻ്റെ പരുവം ആവുന്നത് വരെ മിക്സ് ചെയ്യുക. കുറച്ച് സമയം എടുക്കും, എന്നാലും ആ ഒരു ഫോമിലോട്ട് എത്തിക്കണം. ഇത് കേടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നേരത്തെ വിനാഗിരി ആഡ് ചെയ്തത്. ലാസ്റ്റ് കുറച്ച് നേരം മിക്സ് ചെയ്ത് കഴിയുമ്പം ഈ ഒരു ഫോമിൽ എത്തിക്കഴിയുമ്പം നിങ്ങൾ പേരൻസിൻ്റെ സഹായത്തോടു കൂടി ഇത് നിങ്ങൾക്ക് സ്റ്റൗവിൽ എടുത്തിട്ട് നന്നായി ചൂടാക്കണം. എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ ചൂടാക്കുമ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ ഇത് അടിയിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ ലോ ഫ്ലെയിമിലായിരിക്കണം ഇത് എപ്പോഴും കുക്ക് ചെയ്യേണ്ടത്. കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഒരു 5 to 6 മിനിറ്റ്സ് കഴിയുമ്പം ഈ ഫോമിലോട്ട് നിങ്ങൾക്ക് ക്ലേ ആയി കിട്ടും. ഇത് റെഡി ആയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ചെറിയ കഷ്ണം എടുത്തിട്ട് നമ്മുടെ ഫിംഗർ ടിപ്പിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുക. നമ്മുടെ ഫിംഗർ ടിപ്പിൽ ഇത് ഒട്ടുകയും അതേ സാധനം തന്നെ നമ്മുടെ കൈയുള്ളതിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ അത് ഒട്ടാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാവ് നല്ല പെർഫെക്റ്റ് ഫോമിൽ ക്ലേ ആവാനുള്ള രീതിയിൽ സെറ്റായെന്നാണ് അതിൻ്റെ അർത്ഥം. ഗൈസ്, ഇത് ചൂടുണ്ടാവും, ചൂട് മാറിയിട്ടേ എടുക്കാവുള്ളൂ. അതിനുശേഷം നിങ്ങളൊരു പ്ലാസ്റ്റിക് കവർ വിരിക്കുക. എപ്പോഴും ശ്രദ്ധിക്കുക, ആ ക്ലേ ചൂടുണ്ടാവും. കുറച്ച് തണുത്തതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. കുറച്ച് കോൺഫ്ലവർ പൊടി ഈ പ്ലാസ്റ്റിക് മോളിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ട് തണുത്ത നമ്മുടെ ക്ലേ അതിൻ്റെ മുകളിലോട്ടിട്ട് ഇടുക. എന്നിട്ട് നമ്മൾ നല്ല ചപ്പാത്തി കുഴയ്ക്കുന്നത് പോലെ കുഴയ്ക്കണം. അതിനു മുന്നേ ഞാൻ കയ്യിലോട്ട് കുറച്ച് എണ്ണ തൂക്കുന്നുണ്ട്, അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, നല്ലപോലെ ചപ്പാത്തിക്ക് ഇരുന്ന് കുഴയ്ക്കുന്നത് പോലെ തന്നെ നന്നായി കുഴച്ച് ഒരു സെറ്റ് ചെയ്യുന്ന പരുവാക്കിയെടുക്കണം. ഇത് സെറ്റായോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാൻ ഒരു വഴിയുണ്ട്. അതിനുവേണ്ടി ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് ഇതേപോലെ വലിച്ചു നോക്കുക. ഞാൻ ആദ്യം വലിച്ചു നോക്കിയപ്പം എനിക്ക് സെറ്റായില്ല. പിന്നെ ഒന്നും കൂടെ ഞാൻ കുഴച്ചതിന് ശേഷം പിന്നെയും വലിച്ചു നോക്കി. അതിനുശേഷം ഇങ്ങനെ വലിക്കുമ്പോൾ 2 ടിയർ ഡോപ്പ് പോലെ 2 അറ്റം ഇതുപോലെ കൂർത്ത് വരുമ്പോഴാണ് നമ്മുടെ ക്ലേ കറക്റ്റ് ഫോമിൽ എത്തിയെന്ന് നമുക്ക് പറയാൻ സാധിക്കുക. അങ്ങനെ ഞാൻ 2-3 തവണ നോക്കിയതിന് ശേഷമാണ് ഇതുണ്ടോ ഈ സമയത്ത് നിന്ന് എനിക്ക് നല്ല കറക്റ്റ് ടിപ്പ് പോലെ വരണം. അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കുഴച്ചിട്ട് ഈ ഒരു ഫോമിലോട്ട് എത്തുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മുടെ ക്ലേ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ 2-3 തവണ കുഴച്ച് പിന്നെയും നോക്കിയിട്ടാണ് എനിക്ക് കറക്റ്റ് ഈ ടിയർ ഡോപ്പ് പോലെ കണ്ടോ, ഇതാണ് കറക്റ്റ് ഫോം. ഇങ്ങനെ 2 കൂന പോലെ അപ്പുറം ഇപ്പുറം വന്നിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ സാധനം നല്ല പെർഫെക്റ്റ് ക്ലേ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതിനുശേഷം ഞാൻ കുറച്ച് എണ്ണയൊക്കെ ഫുള്ള് തൂകി ഇതിനെ നമ്മൾ സെറ്റപ്പായിട്ട് പാക്ക് ചെയ്ത് ഇനി സെറ്റ് ചെയ്യാൻ വെക്കുന്നതാണ് പരിപാടി. അതിനുശേഷം ഞാൻ നന്നായിട്ട് ഒട്ടും തന്നെ കാറ്റ് കയറാണ്ട് ഈ പ്ലാസ്റ്റിക് കൂടിൽ നന്നായി ടൈറ്റായിട്ട് പൊതിഞ്ഞ് ഒരു റബ്ബർ ബാൻഡൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഞാനൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൻ്റെ ഉള്ളിലോട്ട് ഒരു 24 hours ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഇതിന് സെറ്റ് ചെയ്യാനുള്ള സമയം കൊടുക്കണം. എങ്കിൽ മാത്രമേ അത് കുറേ കാലത്തേക്ക് ഇരിക്കുകയും നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിന് നല്ല സ്ട്രെങ്ത് ഉണ്ടാവുള്ളൂ. ആഫ്റ്റർ 24 hours നമുക്ക് എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കാം. ഇനി അങ്ങനെ 24 hours ശേഷം നമ്മൾ ക്ലേ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഗൈസ്, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് തന്നെ ഞാൻ അത് ഒട്ടുന്നുണ്ടോയെന്നായിരുന്നു നോക്കിയേ. ഒട്ടുന്നില്ല. എൻ്റെ കയ്യിൽ ഒട്ടാത്ത രീതിയിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഓപ്പൺ ചെയ്ത് ആദ്യം ഞാൻ ഉരുട്ടി ലൈക്ക് സർക്കിൾ ഷേപ്പ് കിട്ടുന്നുണ്ടോ നോക്കി. അത് നല്ല പെർഫെക്റ്റായി കിട്ടുന്നത് കണ്ടപ്പോൾ എനിക്ക് പാതി സമാധാനമായി. അതിനുശേഷം ഞാൻ ഒന്നും കൂടെ ഉറപ്പ് വരുത്താനായിട്ട് അതും കൊണ്ട് ഒരു ചെറിയ സ്റ്റാറിൻ്റെ ഷേപ്പ് ബിൽഡ് ചെയ്ത് നോക്കി. ഗൈസ്, ഞാൻ ഞെട്ടിപ്പോയി. നല്ല അടിപൊളിയായിട്ട് എനിക്ക് സ്റ്റാറിൻ്റെ ഷേപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ എക്സ്പീരിയൻസ് വിജയിച്ചിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഭയങ്കര എളുപ്പമൊരു എക്സ്പെരിമെൻ്റ് ആണ്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്കിനി ഡിഫറെൻറ്റ് ഷേപ്സ് ഈ ക്ലേ വെച്ച് ഉണ്ടാക്കാം. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.